സാന്ത്വനത്തിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കാം. അപ്പോൾ മീനു ദേവിയെ കാണാൻ ദേവിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഓഫീസിലേക്ക് നേരത്തെ പോകേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇറങ്ങുന്ന മീനുവിനെ കണ്ടിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോ മീനു എന്ന് ഗോമതി പറയുന്നുണ്ട്. വേണ്ടമ്മേ, എനിക്ക് ലേറ്റ് ആയി, ഇന്ന് നേരത്തെ പോകേണ്ട ദിവസമാണെന്നൊക്കെ പറഞ്ഞ് മീനു ഇറങ്ങുന്നുണ്ട്. അങ്ങനെ മിത്ര ഓടിപ്പോയി മീനുവിനോട് ചോദിക്കുകയാണ് കേട്ടോ. മീനു ചേച്ചി ഇന്ന് ദേവിയേട്ടത്തെ കാണാൻ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ മീനു, അതിനാ ഞാൻ നേരത്തെ ഇറങ്ങുന്നത്. ആ പിന്നെ നീ അറിയാതെ പോലും ഇതിനെക്കുറിച്ചൊന്നും അമ്മയോട് പറയല്ലേ, പിന്നെ ദേവിയേട്ടത്തിയുടെ കൂടെ ഞാനും പുറത്തേക്ക് പോകേണ്ടി വരും, അറിയാലോ അല്ലേ എന്ന് പറയുമ്പോൾ മിത്ര അതൊക്കെ എനിക്ക് അറിയാം ചേച്ചി, ഞാനൊന്നും പറയില്ല എന്ന് പറയുമ്പോൾ അപ്പം ശരി, ബാക്കിയൊക്കെ ഞാൻ വൈകിട്ട് വന്നതിന് ശേഷം പറയാം, ശരി ബായ് എന്നൊക്കെ പറഞ്ഞ് മീനു ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ നേരെ മീനു പോകുന്നത് ദേവിയുടെ വീട്ടിലേക്കാണ്. അവിടെ എത്തിയിട്ട് ദേവിയേട്ടത്തി എന്ന് വിളിക്കുമ്പോൾ ശ്രീകലയാണ് വന്ന് നോക്കുന്നത് കേട്ടോ. അങ്ങനെ ശ്രീകല മീനുവിനെ കാണുമ്പോൾ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, അന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നല്ലോ ഒരാഴ്ചക്കകം ദേവി മോളെ കൂട്ടിക്കൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ അതിൽ പേടിച്ച് ദേവമംഗലംകാർ ദേവിയെ തിരിച്ച് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് മീനുവിനെ അയച്ചതാണെന്നാണ് ശ്രീകല വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ മീനുവിനോട് വന്ന് പറയാണ്, ദേവമംഗലത്ത് നിന്ന് നിന്നെ അല്ലല്ലോ പ്രതീക്ഷിച്ചത്, നീ അല്ലല്ലോ വരേണ്ടത്, ആനന്ദും ബാലനും ഗോമതിയും അല്ലേ വരേണ്ടത്, അങ്ങനെ നീ വന്ന് വിളിച്ചാലൊന്നും ദേവി മോളെ അയക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, ഞാൻ ദേവിയേട്ടത്തെ വിളിക്കാനല്ല വന്നത്, ദേവിയേട്ടത്തെ കണ്ടൊന്ന് സംസാരിക്കാനാ, ആൻറ്റി ദേവിയേട്ടത്തെ ഒന്ന് വിളിച്ചേ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട്, മോളെ ദേവി, ദേ നിന്റെ പുന്നാര അനിയത്തി വന്നിരിക്കുന്നു, നിന്നെ അവിടെ നിന്ന് വലിച്ച് പുറത്തേക്ക് എറിയുമ്പോൾ ഒരക്ഷരം പോലും ഇണ്ടാത്ത പ്രതിമ പോലെ നിന്ന നിന്റെ അനിയത്തി എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ദേവി അകത്തുനിന്ന് വരുന്നുണ്ട്. വന്നിട്ട് മീനുവിനെ കണ്ടതും മീനു എന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീനു ദേവിയേട്ടത്തി എന്ന് പറഞ്ഞ് മീനുവും കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ദേവി മീനുവിനോട് ചോദിക്കുകയാണ്, ദേവമംഗലത്ത് എല്ലാവർക്കും സുഖാണോ മീനു എന്ന് ചോദിക്കുമ്പോൾ ശ്രീകല പറയാണ് കേട്ടോ, അയ്യോ കണ്ടില്ലേ, ഇപ്പൊ പോലും എൻ്റെ മോള് ആ ദേവമംഗലത്തെ സുഖവിവരം അന്വേഷിക്കുക, ഇത്രയും തങ്കപ്പെട്ട മോളോടാണല്ലോ ഒരു മനസാക്ഷി ഇല്ലാത്ത ദുഷ്ടന്മാര് ഇങ്ങനെയൊക്കെ പെരുമാറിയത്, അവന്മാർ ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്ന് പറയുമ്പോൾ അമ്മേ എന്ന് പറഞ്ഞ് ദേവി അമ്മയെ തടയാണ് കേട്ടോ. എന്നിട്ട് നീ വാ മീനു, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് ദേവിയുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. എന്നിട്ട് റൂമിനകത്ത് വെച്ച് മീനുവും ദേവിയും സംസാരിക്കുകയാണ്. ദേവി ആദ്യം മീനുവിനോട് പറയുന്നുണ്ട്, ദേവമംഗലത്ത് എല്ലാവരും എന്നെ മറന്നു അല്ലേ മീനു, ഞാൻ എല്ലാവരെയും ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ ഒഴിച്ച് ബാക്കി ആരും ഫോൺ എടുത്തില്ല മീനു, നിനക്കെങ്കിലും എന്നെ മനസ്സിലായല്ലോ, ഒരുപാട് നന്ദിയുണ്ട് മീനു, പിന്നെ ദേവമംഗലത്തെ അവസ്ഥ എങ്ങനെയാ, അവർക്കൊക്കെ ഇപ്പോഴും എന്നോട് ദേഷ്യമാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മീനു പറയാണ്, അവിടെ കുറച്ച് പ്രശ്നമാണ് ദേവിയെടുത്തി, ചെറിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ ദേവമംഗലത്ത് നടന്നത്, ഈ കാര്യങ്ങളൊക്കെ മറക്കാനും പഴയ പോലെ ആവാനൊക്കെ അവർക്ക് കുറച്ച് സമയം എടുക്കുമായിരിക്കും, അവരോടൊക്കെ ദേവിയേട്ടത്തിക്ക് വേണ്ടി സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് എല്ലാം ഒന്ന് ആറി തണുക്കട്ടെ, അതിനുശേഷം ഞാൻ ദേവിയേട്ടത്തിയെ തിരിച്ചു വിളിക്കുന്ന കാര്യം അവിടെ ഉള്ളവരോട് സംസാരിക്കും, അതുവരെ ദേവിയേട്ടത്തി കാത്തിരിക്കണം, ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ മീനു അങ്ങനെയൊന്നും പറയല്ലേ, നീ എനിക്ക് വേണ്ടി അവരോടൊക്കെ സംസാരിക്കും, എനിക്ക് ഉറപ്പാ, ഇന്നില്ലെങ്കിൽ നാളെ ഒരു ദിവസം അവരുടെ മനസ്സ് മാറും, ഞാൻ കാത്തിരുന്നോളാം മീനു, ഇല്ലെങ്കിലും ഞാൻ ചെയ്തത് ചെറിയ തെറ്റൊന്നും അല്ലല്ലോ, ഞാൻ ചെയ്ത തെറ്റിന് അത്രയൊക്കെ ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം എന്ന് പറയുമ്പോൾ ശരി ധൈര്യമായിട്ടിരുന്നു, പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ശരിയാവും, ഞാനുണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞ് ഒരു ധൈര്യം കൊടുക്കുകയാണ് കേട്ടോ. അത് മതി മീനു എന്നൊക്കെ പറഞ്ഞ് ദേവി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ ഇവർ വരുന്നത് കണ്ടിട്ട് ശ്രീകല ചോദിക്കുന്നുണ്ട്, ആ നിനക്കെങ്കിലും തോന്നിയല്ലോ ഇവിടെ വരെ ഒന്ന് വരാനും ദേവി മോളെ കണ്ട് ഒന്ന് ആശ്വസിപ്പിക്കാനൊക്കെ, നിനക്ക് അറിയുന്നതല്ലേ മീനാക്ഷി, എൻ്റെ മോൾ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളെയൊക്കെ എത്ര പൊന്നു പോലെയാണ് നോക്കിയത്, അതിൻ്റെയൊക്കെ ഒരു ചെറിയ നന്ദി പോലും ആ വീട്ടുകാർ എൻ്റെ മോളോട് കാണിച്ചില്ലല്ലോ, ഓ എൻ്റെ മോൾക്ക് ഈ ഗതി വന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ മീനു ശ്രീകലയോട് പറയാണ്, ഇതൊക്കെ നേരത്തെ ആലോചിക്കേണ്ടതായിരുന്നില്ലേ ആൻറ്റി, ആൻറ്റി എന്താ വിചാരിച്ചത്, ഇത്രയും കള്ളങ്ങൾ പറഞ്ഞ് കല്യാണം കഴിപ്പിച്ച് അയച്ചിട്ട് ഇതൊന്നും ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നാണോ, അതോ പിടിക്കപ്പെട്ട അപ്പം തന്നെ എല്ലാവരും എല്ലാം ക്ഷമിക്കുമെന്നാണോ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാര്യങ്ങളൊക്കെ ഇത്ര വരെ എത്തിയ സ്ഥിതിക്ക് ആൻറ്റിയോട് ഇനി എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ദേവമംഗലത്തുകാരുടെ മനസ്സ് മാറാൻ കുറച്ച് സമയമെടുക്കും, അതുവരെ ആൻറ്റി അവിടെ നിന്ന് ബഹളം വെക്കാനോ അന്ന് ചെയ്തതുപോലെ ദേവമംഗലകാരെ ശപിക്കാനോ പാടില്ല, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഒന്നുകൂടെ ദേഷ്യം കൂടുകയുള്ളൂ, ഏട്ടത്തിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവി പറയണം, മനസ്സിലായി മീനു, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ശരി ഏട്ടത്തി, ധൈര്യമായിട്ടിരിക്കും, എല്ലാം ശരിയാവും, എനിക്ക് ഓഫീസിലേക്ക് സമയമായി, ശരിയപ്പോൾ എന്നും പറഞ്ഞ് മീനു ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ മീനു പോയതിനു ശേഷം ശ്രീകല പറയാണ്, അവളെ ആശ്വസിപ്പിക്കാൻ വന്നിരിക്കുന്നു, അവിടെ വെച്ച് അവരെല്ലാരും ചേർന്ന് നിന്നെ അത്രത്തോളം അപമാനിച്ചപ്പോൾ ഇവളൊരു അക്ഷരമെങ്കിലും മിണ്ടിയോ ഇല്ലല്ലോ, എന്നിട്ടിപ്പോൾ വലിയ നന്മയുള്ളവളെ പോലെ ആശ്വസിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, അമ്മേ ഇങ്ങനെയൊന്നും പറയല്ലേ, മീനു പറഞ്ഞത് ശരിയാ, നമ്മൾ ചെയ്തത് ചെറിയ തെറ്റൊന്നും അല്ല, ദേവമംഗലംകാർക്ക് ദേഷ്യമൊക്കെ മറക്കാൻ കുറച്ച് സമയമെടുക്കും, ഞാൻ എന്തായാലും അതുവരെ കാത്തിരിക്കാൻ പോവുക, എന്തായാലും ഒരു ദിവസം അവരുടെ മനസ്സ് മാറും, അതിനുള്ളിൽ അമ്മയായിട്ട് എൻ്റെ കാര്യത്തെ കയറി ഇടപെട്ട് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാതിരുന്നാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് ദേവി പോവാണ് കേട്ടോ. അങ്ങനെ അതിനുശേഷം മീനു വൈകുന്നേരം വീട്ടിലേക്ക് വന്നതിന് ശേഷം മിത്ര ചോദിക്കുന്നുണ്ട്, വേഗം റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടാണ് ചോദിക്കുന്നത്, എന്തായി മീനു ചേച്ചി, ദേവിയേടത്തെ കണ്ടോ, എന്താ അവിടുത്തെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ, കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി മിത്രേ, ആ പാവം ഒരുപാട് വിഷമിക്കുന്നുണ്ട്, നമ്മളെയൊക്കെ ദേവിയേട്ടത്തെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, ആനന്ദേട്ടനോടും
നമ്മളോടൊക്കെ ഒരുപാട് സ്നേഹം ദേവിയേട്ടത്തിക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മിത്ര പറയാണ്, എനിക്കും അത് തന്നെയാണ് മീനു ചേച്ചി തോന്നിയത്. ദേവിയേട്ടത്തി ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല. ആ അങ്കിളും ആന്റിയും ചേർന്ന് ദേവിയേട്ടത്തിയെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചതായിരിക്കും എന്ന് പറയുമ്പോൾ മീനു പറയാണ്, നമ്മൾ 3 പേരും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ താമസിച്ചതല്ലേ. ഇപ്പോൾ ദേവിയേട്ടത്തിക്ക് മാത്രമായിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ദേവിയേട്ടത്തിയുടെ കൂടെ നിൽക്കണം മിത്രേ. ദേവിയേട്ടത്തിക്ക് വേണ്ടി നമ്മളെ കൊണ്ടാവുന്നതെല്ലാം നമ്മൾ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ മിത്ര പറയാണ്, അതേ മീനു ചേച്ചി നമ്മൾ ചെയ്യണം. നമ്മളെ കൊണ്ടാവുന്നതെല്ലാം നമ്മൾ ചെയ്യണം. എങ്ങനെയും ദേവിയേട്ടത്തിയെ ഇങ്ങോട്ട് തിരിച്ചു കൂട്ടിക്കൊണ്ട് വരണം. ഇപ്പോൾ എനിക്ക് ദേവിയേട്ടത്തിയോടൊന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാനൊന്ന് ഫോണിൽ വിളിച്ചാലോ എന്ന് പറയുമ്പോൾ നീ വിളിച്ചോ എന്ന് പറയാണ് മീനു. അപ്പം മിത്ര ഫോൺ എടുത്ത് ദേവിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവി അപ്പുറത്ത് നിന്ന് മിത്രയുടെ കോള് കണ്ടതും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ദേവിക്ക്. അങ്ങനെ ഫോൺ എടുത്തിട്ട് ഹലോ മോളെ മിത്രേ ഹലോ എന്ന് പറയുമ്പോൾ മിത്ര ഹലോ ദേവിയെടുത്തി എന്ന് പറയാൻ വരുമ്പോഴത്തേക്കും ഗോമതി ആ റൂമിലേക്ക് കയറി വരികയാണ് കേട്ടോ. അങ്ങനെ അപ്പച്ചിയെ കണ്ട ഉടനെ പെട്ടെന്ന് പേടിച്ചിട്ട് മിത്ര നൈസായിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് നിന്ന് ദേവിയെടുത്തി ഹലോ മോളെ മിത്രേ മോളെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഫോൺ കട്ടായി കഴിഞ്ഞു. അവിടെ ആരെങ്കിലും വന്ന് കാണും, അതുകൊണ്ടായിരിക്കും എന്ന് ദേവി വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പുറത്ത് ഗോമതി മിത്രയോട് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ ഒരു രഹസ്യം പറച്ചിൽ? മീനു ഓഫീസിൽ നിന്ന് വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണല്ലോ, നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്താ കാര്യം? ആ ദേവിയുടെ കാര്യമാണോ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്? അമ്മ എന്തൊരു ദുഷ്ടത്തിയാ, ആ പാവം ദേവിയുടെ ഇവിടെ നിന്ന് പുറത്താക്കി കളഞ്ഞില്ലേ എന്നൊക്കെ എന്നെ കുറിച്ച് കുറ്റം പറച്ചിലാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അയ്യോ അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും അല്ല സംസാരിച്ചത്, ഞങ്ങൾ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യായിരുന്നു. അമ്മയൊന്നും കഴിച്ചില്ലല്ലോ, വാ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്, വാ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാം, വാ അമ്മ എന്നൊക്കെ പറഞ്ഞ് വിഷയം മാറ്റി ഗോമതി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ദേവിയെ കാണിക്കുകയാണ്. ദേവിക്ക് എന്തായാലും ഇപ്പോൾ ചെറിയൊരു ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. മീനു ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോയതിനു ശേഷം ദേവി എന്തായാലും തൽക്കാലം കാത്തിരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതേസമയം ശ്രീകല വിടില്ല ഞാൻ അവരെ, ഒരാഴ്ച എന്ന് വെച്ചാൽ ഒരാഴ്ച തന്നെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കോളിംഗ് ബെല്ല് അടിക്കുകയാണ് കേട്ടോ. ആരാണെന്ന് പോയി നോക്കുമ്പോൾ ഒരു പോസ്റ്റ്മാൻ ആണ്. അങ്ങനെ ആനന്ദേട്ടൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കുകയാണെന്ന് അറിയുമ്പോൾ ദേവി പെട്ടെന്ന് ആ ഷോക്കിൽ ഇങ്ങനെ തല കറങ്ങി അവിടെ വീഴുകയാണ് കേട്ടോ. അങ്ങനെ എന്ത് പറ്റി മോളെ എന്ന് പറഞ്ഞു ഉദയഭാനും ശ്രീകലയും കൂടെ ചേർന്ന് ദേവിയെ താങ്ങി പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി കിടത്തുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഡിവോഴ്സ് നോട്ടീസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ദേവി പൊട്ടിക്കരയുന്നു. അതിന്റെ കൂടെ ദേവിക്ക് ആകെ വയ്യാതെയായി തലകറക്കമൊക്കെ ആവുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീകലയും ഉദയഭാനുവും ചേർന്ന് ദേവിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ വെച്ച് ഡോക്ടർ ദേവിയെ നോക്കിയിട്ട് ഗുഡ് ന്യൂസ് ആണല്ലോ, ദേവി പ്രഗ്നന്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ശ്രീകലയുടെയും ഉദയഭാനുവിന്റെ മനസ്സിൽ അപ്പം 2 ബൾബ് കത്തും. മുമ്പൊരിക്കൽ ദേവി അതുപോലെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാക്കിയപ്പോൾ ഈ ഒരു കാരണം പറഞ്ഞാണല്ലോ തിരിച്ചയച്ചത്. അപ്പൊ അതേപോലെ ഇപ്പോഴും വീണ്ടും ഒരു അവസരം വീണ് കിട്ടിയിരിക്കുന്നു. ദേവി പ്രഗ്നന്റ് ആണ്. അപ്പൊ പിന്നെ ഇതും പറഞ്ഞ് ദേവിയെ തിരിച്ചയക്കാം എന്ന് വിചാരിച്ച് ഇവർക്ക് സന്തോഷമാവും. പക്ഷെ ദേവി അതിനു മുമ്പ് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ആനന്ദിനോട് പോയി പറയുമ്പോൾ ആനന്ദ് തിരിച്ച് ഞെട്ടിക്കുന്ന ഒരു മറുപടിയാണ് ദേവിയോട് പറയാൻ പോകുന്നത്. അത് കേട്ടിട്ടായിരിക്കും ദേവി പിന്നീട്, ഇനി എൻ്റെ ജീവിതത്തിൽ ആനന്ദേട്ടനോ ആ ദേവമംഗലോ ഇല്ല, ഞാൻ അവരെ മറന്നു കഴിഞ്ഞു, എനിക്കിനി അവരെ ആരെയും വേണ്ട എന്നുള്ള തീരുമാനം എടുത്ത് ഇനിയുള്ള കാലം ഞാൻ തനിച്ച് നിന്ന് എൻ്റെ കുഞ്ഞിനെ വളർത്തും എന്നൊക്കെ ഒരു തീരുമാനം എടുക്കാൻ പോവാണ്. അതോടുകൂടി ദേവി എന്നുള്ള ക്യാരക്ടർ തന്നെ ആകെ മാറാൻ പോവാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നത് ഒരു പ്രഡിക്ഷൻ മാത്രമാണ് കേട്ടോ. ശരിക്കും എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു, ബൈ.